ഹലോ വ്യൂവേഴ്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവ ബനാന കേക്ക്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന് നല്ല ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. വ്യത്യസ്തമായിട്ട് രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം തന്നെ റവ 1 കപ്പ് എടുക്കുക. ഇത് നല്ല തീരെ പൊടിയായിട്ട് ഇവിടെ കിട്ടും. ഞങ്ങൾക്കിവിടെ നല്ല പൊടിയുള്ള റവ, ആ റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല തരിതരിയായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അതിനോടുകൂടി ഞാൻ എന്ത് ചെയ്തു, 1 കപ്പ് പാല്, ഇതിപ്പോൾ 1/2 കപ്പാണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത് ഒരു 1/2 കപ്പും കൂടി ഒഴിച്ചു. മൊത്തം 1 കപ്പ് പാലൊഴിച്ച് കുറച്ച് നേരം ഞാനതങ്ങ് സോക്ക് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അതൊന്ന് കുതിരാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. ഒരു 10 നിമിഷം ആ റവയും പാലും കൂടെ ചേർത്ത് ഇച്ചിരി നമ്മൾ കുതിരാൻ വെക്കുകയാണ്. ഇത് മറ്റേ കേക്ക് പോലെ തന്നെ നന്നായിട്ടുണ്ടാവും കേട്ടോ. ഒന്നുണ്ടാക്കി നോക്കിക്കോളൂ. പിന്നെ അത് കഴിഞ്ഞ ശേഷം അത് മൂടി വെച്ച് ഒരു 10 നിമിഷം. പിന്നെ അത് കഴിഞ്ഞ് 2 നല്ല പഴുത്ത പച്ചപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ല തൊലി കളഞ്ഞ് ഒരു മിക്സിയിലിട്ട് ഒന്ന് നമ്മൾ ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒന്ന് തിരിച്ച് എടുത്താൽ മതി. തീരെ ഫൈൻ പേസ്റ്റ് ആക്കണ്ട. അത് ഞാനിങ്ങനെ എടുത്തു വെച്ചു. എല്ലാം മിക്സിയിലിട്ട് അടിച്ചെടുത്ത് വെച്ചു. അതിനോടുകൂടി തന്നെ ഞാൻ നേരത്തെ 2 മുട്ട അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ 2 മുട്ട അതിലേക്ക് ജോയിൻ ചെയ്തു ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഒരു വാനില എസൻസ് എടുത്ത് 1 ടീസ്പൂൺ വാനില എസൻസ് അതിലേക്ക് ഒഴിക്കുക. അത് കഴിഞ്ഞ ശേഷം നന്നായി മിക്സ് ചെയ്യണം. എല്ലാം കൂടെ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. യോജിപ്പിച്ച് കഴിഞ്ഞ് അവിടെ വെച്ചു കേട്ടോ. ഞാൻ പിന്നെ ഒരു കേക്ക് ട്രീനെടുത്ത് ഞാനത് ഓയിലൊഴിച്ച് ഗ്രീസ് ചെയ്യുവാണ്. അതിലേക്ക് ബട്ടർ പേപ്പർ ഞാൻ വെക്കുക കേട്ടോ. ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കുറച്ചും കൂടെ ഓയിൽ തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം കുറച്ച് ഒരു കൈ ഫുള്ളായിട്ട് കാഷ്യൂനട്ട് എടുത്ത് ഞാൻ നല്ലോണം ക്രഷ് ചെയ്തെടുക്കുകയാണ്. അത് കാഷ്യൂനട്ടും ബദാമും ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. തീരെ പൊടിഞ്ഞു പോകണ്ട, ക്രഷ് ചെയ്തെടുത്താൽ മതി. നല്ലോണം പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഈ കേക്കിനോട് കൂടി കൂട്ടുവാനായിട്ടാണത്. എന്നിട്ട് ഞാൻ ആ ബനാന മിക്സിലേക്ക് റവ സോക്ക് ചെയ്ത് വെച്ചിരുന്നില്ലേ, അത് ഞാനങ്ങ് ആഡ് ചെയ്യുവാണ്. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാൻ പോവാണ്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് പഞ്ചസാര 3/4 കപ്പ്, ഞാൻ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാരയായിരുന്നു അത്. അതിൽ നിന്ന് ഒരു 3/4 കപ്പ് എടുത്ത് പഞ്ചസാര ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ ശേഷം അതിൽ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂൺ, പിന്നെ ഒരു ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വിട്ടുപോയി പറയാനായിട്ട്. ഉപ്പിട്ടിട്ട് നേരത്തെ ഇട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതിനോടുകൂടി തന്നെ ഈ 1 ടേബിൾ സ്പൂൺ മൈദ ഈ കാഷ്യൂനട്ടിലേക്കും ബദാമിലേക്കും ഇട്ടും നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ആ മിക്സിലോട്ട് ഇടുന്ന സമയത്ത് അത് താണു പോക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ ആ മൈദ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ മൈദയേ ഉള്ളൂ. അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ റവയുടെ മിക്സിലേക്ക് നമ്മളങ്ങ് ജോയിൻ ചെയ്യുക. അതിന് മുമ്പ് ഞാൻ ഇച്ചിരി ഓയിൽ ഒരു 1/4 കപ്പ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഞാനതിൻ്റെ ഓഫായിപ്പോയി. പിന്നെ ഗ്രേപ്സ്, ഞാൻ വറുത്ത് വെച്ചിരുന്ന ഗ്രേപ്സും കൂടെ അതിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കുക.
അത് കഴിഞ്ഞ ശേഷം ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ 45 മിനിറ്റ് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊന്ന് ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇതിനെ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. കട്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നട്ട്സൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിക്കോളുക.